ഹലോ ഫ്രണ്ട്സ്, സൈലം BSc HSI നാച്ചുറൽ സയൻസിന്റെ ഒരു പുതിയ ക്ലാസ്സിനകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നാച്ചുറൽ സയൻസിന്റെ സിലബസിലെ സെൽ ബയോളജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സെൽ ബയോളജിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സെൽ അഥവാ എന്താണ് ഒരു കോശം എന്ന കാര്യമാണ്. ഒരു സെൽ അഥവാ ഒരു കോശം എന്താണ് വളരെ 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 ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ജീവികളുടെ അടിസ്ഥാന ഘടകമാണ് അല്ലെ കോശം. ജീവികളുടെ അടിസ്ഥാന ഘടകമാണ് കോശം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഘടനാപരം, സ്ട്രക്ചറൽ ബേസ് ഓഫ് ദ ലൈഫ് ആണ്. രണ്ടാമത് എന്താണ്, ധർമ്മപരമാണ്, ഫങ്ഷൻ ആണ് അല്ലെ. സോ ലിവിംഗ് ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ, ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് എന്ത്, കോശം എന്ന് പറയുന്നത് അല്ലെ. വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ഏരിയ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ചിലപ്പോ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. എന്തൊക്കെയാണ്, സെല്ലിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് സെൽ എന്നൊരു കാര്യത്തെ കുറിച്ച് ആദ്യത്തെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ആരാണ്? അത് റോബർട്ട് ഹുക്ക് എന്നൊരു സയന്റിസ്റ്റ് ആണ് അല്ലെ. റോബർട്ട് ഹുക്ക് എന്ന സയന്റിസ്റ്റ് 1665 1665 ആദ്യമായി സെൽ എന്നൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ചില കോർക്ക് പ്ലാന്റിന്റെ കോർക്കിനെ ഒരു ലെൻസിലൂടെ ഒബ്സർവ് ചെയ്ത സമയത്ത് അതിനകത്ത് എന്ത് കണ്ടു എന്നാ പറഞ്ഞേ, ചെറിയ ചെറിയ ലിറ്റിൽ റൂമുകൾ പോലെയുള്ള, ചെറിയ ചെറിയ മുറികൾ പോലെയുള്ള, അറകൾ പോലെയുള്ള ഭാഗങ്ങൾ കണ്ടു. അങ്ങനെ ലിറ്റിൽ റൂം എന്ന അർത്ഥത്തിലാണ്, ലിറ്റിൽ റൂം എന്ന ലാറ്റിൻ വാക്കാണ് അദ്ദേഹം സെൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സെൽ എന്ന ലാറ്റിൻ വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ലിറ്റിൽ റൂം എന്നാണ് അല്ലെ. അങ്ങനെയാണ് സെൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെ. പിന്നീട് വരുന്ന ആരാണ്, ആന്റൺ വോൺ ല്യൂവൻഹുക്ക് ആണ്. ആരാ, ആന്റൺ വോൺ ല്യൂവൻഹുക്ക്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫ്രീ ലിവിംഗ് സെല്ലുകളെ അല്ലെ, നോക്കൂ, വാട്ടറിനകത്തുള്ള ഫ്രീ ലിവിംഗ് സെല്ലുകളെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആരാണ്, ആന്റൺ വോൺ ല്യൂവൻഹുക്ക് ആണ്. അടുത്തത് വരുന്നത് റോബർട്ട് ബ്രൗൺ എന്നൊരു സയന്റിസ്റ്റ് ആണ്. റോബർട്ട് ബ്രൗൺ എന്താ പറയുന്നത്, റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസ് കണ്ടെത്തിയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ആര്, റോബർട്ട് ബ്രൗൺ അല്ലെ. സോ റോബർട്ട് ബ്രൗണിന് ശേഷം അടുത്ത ആളാണ് പർക്കിൻജെ. ആരാണ്, പർക്കിൻജെ ഫൈബേഴ്സ് എന്നൊക്കെ നമ്മൾ ഹാർട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. സോ പർക്കിൻജെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പ്രോട്ടോപ്ലാസം എന്നൊരു ടേം അല്ലെ, പ്രോട്ടോപ്ലാസം എന്നൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. എന്താ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാല്? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് അല്ലെ, ഇങ്ങനെ ഒരു സെല്ല് ഉണ്ട് എങ്കിൽ ആ സെല്ലിന്റെ ന്യൂക്ലിയസ്, ഓക്കെ, സോ ഈ സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ കാണുന്ന മുഴുവൻ കണ്ടന്റിനെയും, ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് അല്ലെ. സോ നോക്കൂ, ഒരു സെല്ലിന്റെ അകത്ത് സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ കാണുന്ന മുഴുവൻ കണ്ടന്റിനെയും ഒരുമിച്ച് പറയുന്ന പേരാണെന്ത്, പ്രോട്ടോപ്ലാസം. അപ്പോ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേർന്നതാണെന്ത്, പ്രോട്ടോപ്ലാസം എന്നൊരു ടേം ആദ്യമായി കോയിൻ ചെയ്യുന്ന ആരാണ്, പർക്കിൻജെ എന്നൊരു സയന്റിസ്റ്റ് ആണ്. ആരാണ്, പർക്കിൻജെ എന്നൊരു സയന്റിസ്റ്റ് ആണ്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ദാറ്റ് ഈസ് കോൾഡ് സെൽ തിയറി. ആരാണ് സെൽ തിയറി കൊണ്ടുവരുന്നത്? സെൽ തിയറി കൊണ്ടുവരുന്നത് രണ്ട് സയന്റിസ്റ്റുകളാണ് അല്ലെ. ആരൊക്കെയാണ്? ഒന്ന് സ്വീഡൻ ആണ്, മറ്റൊന്ന് ഷ്വാൻ ആണ് അല്ലെ, തിയോഡർ ഷ്വാൻ ആണ്. സോ സ്വീഡൻ ആൻഡ് ഷ്വാൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സെൽ തിയറി കൊണ്ടുവന്ന രണ്ട് സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? സ്വീഡൻ ആൻഡ് ഷ്വാൻ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 1838 എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് സ്വീഡന്റെ പ്രപ്പോസൽ വരുന്നത്. സ്വീഡൻ പറഞ്ഞു, ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അല്ലെ, ഒരു സസ്യത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ സ്വീഡൻ എന്ത് പറഞ്ഞു, പ്ലാന്റിന്റെ സസ്യങ്ങളുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് ആര് പറഞ്ഞു? സ്വീഡൻ പറഞ്ഞു. അതിനുശേഷം ആര് വരുന്നു? ഷ്വാൻ അടുത്ത പ്രപ്പോസലുമായിട്ട് വരുവാണ്. ഷ്വാൻ പറഞ്ഞ എന്താ, പ്ലാന്റ്സിന്റെ മാത്രമല്ല ആനിമൽസിന്റെയും എല്ലാ പാർട്സ്
പ്ലാന്റ്സും നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന ആ ഐഡിയക്കാണ്, അല്ലെങ്കിൽ ഹോൾ ലിവിങ് ഓർഗാനിസംസിനെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന ഐഡിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ തിയറി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? സെൽ തിയറി എന്ന് പറയുന്നത്. അല്ലെ, സെൽ തിയറി കഴിഞ്ഞിട്ട് ആ സെൽ തിയറിക്ക് ഒരു അഡീഷൻ ഉണ്ടാവുകയാണ്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന ഐഡിയയുടെ കൂടെ ഒരു അഡീഷണൽ പോയിന്റ് കൂടെ വരികയാണ്. ആരാണ് ആ പോയിന്റ് ആഡ് ചെയ്യുന്നത്? അത് റുഡോൾഫ് വിർച്ചോ എന്നൊരു സയന്റിസ്റ്റ് ആണ്. ആരാണ്? റുഡോൾഫ് വിർച്ചോ എന്നൊരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു അഡീഷണൽ പോയിന്റ് ആഡ് ചെയ്യുന്നത്. എന്താണ് ആ പോയിന്റ്? ആ പോയിന്റ് ന്യൂ സെൽസ് ഓൾവേസ് ഫോം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അല്ലെ, പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് എപ്പോഴും എവിടുന്നായിരിക്കും? ഓൾറെഡി നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പുതിയ സെല്ലുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പോയിന്റ് കൂടെ സെൽ തിയറിയുടെ കൂടെ ആഡ് ചെയ്തു. ആര്? റുഡോൾഫ് വിർച്ചോ. അല്ലെ, അപ്പോ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അത് ഒമ്നിസ് സെല്ലുലാർ ഈ സെല്ലുലാർ എന്നാണ്. omnicellular e-cellular എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ന്യൂ സെൽസ് ആർ ഓൾവേസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അല്ലെ, ഓൾറെഡി അല്ലെങ്കിൽ നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പുതിയ സെല്ലുകൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? വിർച്ചോ പറഞ്ഞത്. സോ അത്രയും കാര്യങ്ങളാണ് സെല്ലിന്റെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്ന രീതിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. സെല്ലിന്റെ കണ്ടതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്ന രീതിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെയാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അതെന്താണ്? അത് കോശ സിദ്ധാന്തമാണ്. അല്ലെ, കോശ സിദ്ധാന്തം. നമ്മളിപ്പോ പറഞ്ഞ സെയിം സാധനം തന്നെ ഷ്വാനും സ്വീഡനും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒന്ന്, എല്ലാ ജീവികളുടെയും ശരീരം അല്ലെ ഒന്നുകിൽ ഒരു സെല്ല് കൊണ്ടായിരിക്കും. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികൾ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികൾ എന്നൊക്കെ പറയുന്ന ഒരു സെല്ല് കൊണ്ട് നിർമ്മിച്ചവ, അല്ലെങ്കിലോ ബഹുകോശ ജീവികൾ, അപ്പോ ഒന്നിലധികം സെല്ല് കൊണ്ട്. അപ്പൊ എല്ലാ ജീവിയുടെയും ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ്. ചിലപ്പോ ഒരു സെല്ലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടാവുക. ഒരു സെല്ലാണെങ്കിൽ നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയും, ഒന്നിൽ കൂടുതൽ സെല്ലുകളാണെങ്കിലോ ബഹുകോശ ജീവികൾ എന്ന് പറയും. അല്ലെ, അടുത്ത പോയിന്റ് എന്താ? ജീവികളുടെ ശരീരഘടനയുടെ അടിസ്ഥാന ഘടകമാണെന്ത്? കോശം. അല്ലെ, നോക്കൂ, ശരീരഘടനയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കോശ സിദ്ധാന്തത്തിൽ ശരീരഘടനയുടെ അടിസ്ഥാന ഘടകമാണെന്ത്? കോശം. അല്ലെ, അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് വിർച്ചോ ആഡ് ചെയ്ത, റുഡോൾഫ് വിർച്ചോ ആഡ് ചെയ്ത പോയിന്റ് ആണ്. എന്താണ് ആ പോയിന്റ്? പുതിയ കോശങ്ങൾ എല്ലായ്പ്പോഴും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ മൂന്ന് പോയിന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോശ സിദ്ധാന്തം. എന്താ വിളിക്കുക? കോശ സിദ്ധാന്തം എന്ന് വിളിക്കുക. പക്ഷേ ആ കോശ സിദ്ധാന്തത്തിൽ ചില പുതിയ പോയിന്റുകൾ കൂടി ആഡ് ചെയ്ത്, പ്രത്യേകിച്ച് സെൽ ബയോളജി പോലെയുള്ള, മോളിക്കുലാർ ബയോളജി പോലെയുള്ള, അതേപോലെ തന്നെ ബയോകെമിസ്ട്രി പോലെയുള്ള പുതിയ ബ്രാഞ്ചുകൾ, ജെനറ്റിക്സ് പോലെയുള്ള പുതിയ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്തപ്പോ അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും കൂടെ ചേർത്ത് നമ്മൾ സെൽ തിയറിയെ, കോശ സിദ്ധാന്തത്തെ ഒന്ന് പരിഷ്കരിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആധുനിക കോശ സിദ്ധാന്തം. എന്താ വിളിക്കുക? ആധുനിക കോശ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അല്ലെ, നോക്കൂ, എന്തൊക്കെ ആധുനിക കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ്? അറിയപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. അല്ലെ, എല്ലാ ജീവജാലം. അപ്പൊ നമ്മൾ കോശ സിദ്ധാന്തത്തിനകത്ത് നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ സെൽ തിയറിയിൽ അല്ലെ നമ്മൾ കേട്ട അതേ ആരുടെയാണ്? സ്വീഡനും ഷ്വാനും ചേർന്ന് പ്രപ്പോസ് ചെയ്ത ആ സെൽ തിയറിയുടെ സെയിം പോയിന്റ് ആണ്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരം മാത്രമല്ല ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണെന്ന് കോശം. കോശത്തിന്റെ നിർവചനം, ഡെഫിനിഷൻ പറഞ്ഞപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ്? കോശമാണ്. അല്ലെ, അടുത്ത പോയിന്റ് നോക്കൂ, എല്ലാ കോശങ്ങളും വിഭജനം വഴി സെൽ ഡിവിഷൻ വഴി നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. സോ ഈ മൂന്ന് പോയിന്റുകളും നേരത്തെ സെൽ തിയറിയുടെ സമാനമാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം. ഇവിടെ ഇപ്പോൾ ധർമ്മപരമായ ഒരു പോയിന്റ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെ, അടുത്ത നോക്കൂ, കോശങ്ങളിൽ പാരമ്പര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അല്ലെ,
ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് അല്ലെ, കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പാരമ്പര്യ വിവരങ്ങൾ അതായത് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത അവർക്കുണ്ട്. കോശ വിഭജന സമയത്ത് മാതൃകോശത്തിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട്, പുത്രികാ കോശങ്ങളിലേക്ക് മദർ സെല്ലിൽ നിന്ന് അത് ഡോട്ടർ സെൽസിലേക്ക് എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. എന്ത് കൈമാറ്റം ചെയ്യുന്നു, പാരമ്പര്യ വിവരങ്ങൾ അല്ലെ. ജെനറ്റിക്സിന്റെയും മോളിക്കുലർ ബയോളജിയുടെയും എല്ലാം ബേസിലാണ് അങ്ങനെ ഒരു പുതിയ ഇൻഫർമേഷൻ വരുന്നത്. അതേപോലെ തന്നെ രാസഘടനയിൽ എല്ലാ കോശങ്ങളും അടിസ്ഥാനപരമായി സമാനമാണ് അല്ലെ. നോക്കൂ, സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എടുത്താൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സെൽസിന്റെയും മെംബ്രെയിന്റെ സ്ട്രക്ചർ ഒക്കെ ഏകദേശം സിമിലർ ആണ്. അതേപോലെ ബേസിക് മെറ്റബോളിക് പ്രോസസ് ലൈക്ക് ഗ്ലൈക്കോളിസിസ് ഒക്കെ പോലെയുള്ള പ്രോസസ്സുകൾ എല്ലാ സെല്ലുകളിലും സമാനമാണ്. അപ്പൊ രാസഘടനയിൽ കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സെല്ലുകളുടെയും അടിസ്ഥാനപരമായി ഒരുപോലെയാണ് എന്ന് പറയുന്നു. അടുത്ത് നോക്കൂ, ജീവന്റെ എല്ലാ ഊർജ പ്രവാഹവും ഉപാപചയ പ്രവർത്തനങ്ങൾ മെറ്റബോളിക് റിയാക്ഷൻസ് അല്ലെ കോശങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് സെല്ലുകൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം അല്ലെ. ഗ്ലൈക്കോളിസിസ് ഉണ്ട്, ക്രബ്സ് സൈക്കിൾ ഉണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ട്. അങ്ങനെ കോശങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും അല്ലെ, മുഴുവൻ രാസപ്രവർത്തനങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്, ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിക് റിയാക്ഷൻ അല്ലെ. ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ സെൽ, ലിവിംഗ് സെൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെറ്റബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ കോശങ്ങളിലുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം. നോട്ട് ചെയ്ത് വെക്കണേ, ഉപാപചയ പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പൊ നോക്കൂ, ബേസിക്കലി കോശങ്ങളെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണത്, അത് പ്രോകാരിയോട്ടിക് കോശങ്ങളും അതേപോലെ തന്നെ യൂകാരിയോട്ടിക് കോശങ്ങളുമാണ്. പ്രോകാരിയോട്സും യൂകാരിയോട്സും. എന്താണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കണേ. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ, പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ എന്തുണ്ട്, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലെ. DNA എന്ന ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് യൂകാരിയോട്ടിക് കോശങ്ങളിലും അങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ സൈറ്റോപ്ലാസത്തിൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. സൈറ്റോപ്ലാസത്തിൽ കോശദ്രവ്യത്തിൽ ഈ എന്താണ്, പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ ജനിതക വസ്തു DNA ഓപ്പൺ ആയി കിടക്കുകയാണ്. എന്നാൽ യൂകാരിയോട്ടിക് കോശങ്ങളിലോ അത് ഒരു മെംബ്രെയിൻ കൊണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എവിടെയുണ്ട്, യൂകാരിയോട്ടിക് കോശങ്ങളിലുണ്ട്. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയാണോ ജനറ്റിക് മെറ്റീരിയൽ ജനിതക വസ്തു കാണുന്നത് ആ ഭാഗത്തെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ അങ്ങനെ ഒരു ന്യൂക്ലിയസ് കൃത്യമായി കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയ ന്യൂക്ലിയസ് അവിടെ ഇല്ല, പ്രോകാരിയോട്ടിക് കോശങ്ങളിലില്ല. യൂകാരിയോട്ടിക് കോശങ്ങളിൽ വളരെ കൃത്യമായി എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ്, ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ എന്തില്ല, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. നോക്കൂ, ഇപ്പോ ഈ പ്രോകാരിയോട്ടിക് കോശത്തിന്റെ സൈറ്റോപ്ലാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ. പക്ഷേ യൂകാരിയോട്ടിക് കോശം നോക്കി കഴിഞ്ഞാലോ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലെ. ഈ കാണുന്നത് ഗോൾഗി ബോഡീസ് ആണ്, ഗോൾഗി ബോഡീസ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലൈസോസോം, ഇപ്പൊ പ്ലാന്റ് സെൽ ആണെങ്കിൽ വാക്യൂൾ, വലിയ വാക്യൂൾസ് ഉണ്ടാവും. ഫാനം എന്നാ പറയാൻ കേട്ടോ, ഫാനം പോലെയുള്ള വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഒരുപാട് സെൽ ഓർഗനൽസ്, എന്ത് സെൽ ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് എവിടെ ഉണ്ടാവും, യൂകാരിയോട്ടിക് കോശങ്ങളിൽ ഉണ്ടാവും അല്ലെ. മൂന്നാമത്തെ വ്യത്യാസം നോക്കണേ. മൂന്നാമത്തെ വ്യത്യാസം, പ്രോകാരിയോട്സിന്റെ DNA ലീനിയർ ആണ്, ലീനിയർ DNA ആണ്. എന്നാൽ യൂകാരിയോട്ടിന്റേതോ, മൂന്നാമത്തെ വ്യത്യാസം നോക്കണേ. മൂന്നാമത്തെ വ്യത്യാസം എന്താ,
പ്രോകാരിയോട്സിന്റെ DNA സർക്കുലാർ DNA ആണ്. പ്രോകാരിയോട്സിന്റെ DNA എങ്ങനെയായിരിക്കും? സർക്കുലാർ DNA ആയിരിക്കും. എന്നാൽ യൂകാരിയോട്സിന്റെ DNA എങ്ങനെയായിരിക്കും? ലീനിയർ DNA ആയിരിക്കും. അല്ലെ, നീളത്തിലുള്ള ലീനിയർ DNA ആണ് യൂകാരിയോട്സിന്റേത്. പ്രോകാരിയോട്സിന് എന്താണ്? സർക്കുലർ ആണ്. 3 പോയിന്റുകളാണ്. എന്തൊക്കെയാ? ഒന്നെന്താണ്? ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണ്. രണ്ടെന്താണ്? ഇവരുടെ സെൽ ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആണ്, പ്രസന്റ് ആണെന്നുള്ള കാര്യമാണ്. മൂന്നാമത് DNA ലീനിയർ ആണ്. എവിടെ? യൂകാരിയോട്സിൽ. സർക്കുലർ ആണ് എവിടെ? പ്രോകാരിയോട്സിൽ. അല്ലെ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആണെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് റൈബോസോം എന്ന സെൽ ഓർഗനൽസിന് ഇവിടെ കാണാൻ പറ്റും, പ്രോകാരിയോട്ടിൽ കാണാൻ പറ്റും കേട്ടോ. റൈബോസോം എന്ന സെൽ ഓർഗനൽ പ്രോകാരിയോട്ടിൽ ഉണ്ട്. കാരണം എന്താ? കാരണം വളരെ സിമ്പിൾ ആണ്. റൈബോസോം ഒരു മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ അല്ല. റൈബോസോം എന്ന് പറയുന്നത് RNAയും പ്രോട്ടീനും ചേർന്ന ഒരു റൈബോ പ്രോട്ടീൻ ആണ്. അല്ലെ, ഒരു RNAയും പ്രോട്ടീനും ചേർന്ന റൈബോ പ്രോട്ടീൻ ആണ് ആര്? ഈ പറഞ്ഞ റൈബോസോം എന്ന് പറയുന്നത്. സോ അതെന്തല്ല, ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽ അല്ല. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എല്ലാം ഉള്ള ഒരു മെംബ്രെയിൻ ആർക്കില്ല? റൈബോസോമിനില്ല. അപ്പോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ യൂകാരിയോട്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക, പ്രോകാരിയോട്സും യൂകാരിയോട്സും. അപ്പൊ കഴിഞ്ഞ എക്സാമിൽ, കഴിഞ്ഞ നാച്ചുറൽ സയൻസിന്റെ എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ ഡാഷ് DNA ഡാഷ് ആകൃതിയിലാണ്. അല്ലെ, ഏതാകൃതിയിലാ? ലീനിയർ ഉണ്ട്, സർക്കുലർ ഉണ്ട്, റോഡ് ഷേപ്പ് ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്. അല്ലെ, ഏതാണ്? നമ്മൾ ഇപ്പോ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ സർക്കുലർ DNA ആണ്. സർക്കുലർ DNA ആണ്. അപ്പൊ ഈ 3 വ്യത്യാസങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? കോശത്തിന്റെ ഏറ്റവും പുറത്തെ ഭാഗമായിട്ടുള്ള കോശസ്ഥലത്തിലേക്ക് പോകുന്നു. നമ്മൾ അങ്ങോട്ടാ പോകുന്നേ? കോശസ്ഥലത്തിലേക്ക് പോകുന്നു. അല്ലെ, അപ്പോ നോക്കണേ, കോശത്തിന്റെ പുറം പരിധിയാണ്, ഔട്ടർ ലിമിറ്റ് ആണ്, പുറം പരിധിയാണ് എന്ത്? കോശസ്ഥലം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സെൽ വോൾ പോലെയൊക്കെയുള്ള അഡീഷണൽ ലെയറുകൾ എവിടെയുണ്ട്? സെല്ലിനകത്തുണ്ടല്ലോ, ചില സെല്ലുകൾക്കകത്തൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഔട്ടർ ലിമിറ്റ്, കോശത്തിന്റെ പുറം പരിധി എന്ന് പറയുന്നത് ഏതാണ്? അത് കോശസ്ഥലമാണ് കേട്ടോ, സെൽ മെംബ്രെയിൻ ആണ്. ചില സെല്ലുകൾക്ക് ഉണ്ടാവുന്ന അഡീഷണൽ ലെയർ മാത്രമാണ് ഈ സെൽ വോൾ പോലെയുള്ള കാര്യങ്ങൾ. നമ്മൾ ജനറലി പറയുമ്പോൾ കോശത്തിന്റെ ഔട്ടർ ലിമിറ്റ് ആരാണ്? കോശസ്ഥലം അഥവാ പ്ലാസ്മ സ്ഥലം എന്നൊക്കെ പറയുന്ന സെൽ മെംബ്രെയിൻ ആണ്. അല്ലെ, യെസ്. അപ്പൊ എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി നോക്കൂ. അതായത് സെല്ലിനുള്ളിലേക്കും അതേപോലെ പുറത്തേക്കുമുള്ള വസ്തുക്കളുടെ വിനിമയം നിയന്ത്രിക്കുക എന്നതാണ്. അല്ലെ, അതായത് സെല്ല് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സെല്ലിനകത്തേക്ക് എല്ലാ വസ്തുക്കൾക്കും കയറി പോകാൻ പറ്റില്ല. അല്ലെ, അപ്പോ അങ്ങനെ വസ്തുക്കളുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള വിനിമയത്തെ നിയന്ത്രിക്കുന്ന ഒരു വരണധാര്യ സ്ഥലമാണ് ആര്? ആ സെൽ മെംബ്രെയിൻ. അല്ലെ, വരണധാര്യ സ്ഥലമാണ് ആര്? ആ സെൽ മെംബ്രെയിൻ. ഒരു സെലക്റ്റീവ് മെംബ്രെയിൻ ആണ്. സെലക്റ്റീവ് മെംബ്രെയിൻ ആണ് ആര്? സെൽ മെംബ്രെയിൻ. അല്ലെ, അർദ്ധധാര്യ സ്ഥലം നമ്മൾ പറയും സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതേപോലെ തന്നെ വരണധാര്യ സ്ഥലം എന്നാൽ എന്താണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ്. സോ നോക്കൂ, കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്, അല്ലെ, കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും ആര് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ സഹായിക്കുന്നുണ്ട്. അല്ലെ, കുറെ കൂടി സിമ്പിൾ ആയി പറഞ്ഞാൽ, നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, നമ്മൾ ഡിഗ്രിയൊക്കെ പഠിച്ച ഒരു വേർഡ് ഉപയോഗിച്ചാൽ ഇതെന്താണ്? മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ആണ്. അല്ലെ, ഈ പറഞ്ഞ പോയിന്റ് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ആണ്. ഈ പറഞ്ഞ പോയിന്റ് എന്താണ്? അത് സെൽ സിഗ്നലിംഗ് ആണ്. അല്ലെ, സോ ആശയവിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. സെൽ സിഗ്നലിംഗിൽ ഈ പറഞ്ഞ മെംബ്രെയിന് റോൾ ഉണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ അല്ലെങ്കിൽ സെല്ലിനകത്തേക്കുള്ള മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിലും ആർക്ക് റോൾ ഉണ്ട്? ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ റോൾ ഉണ്ട്. അല്ലെ, നോക്കൂ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ. അല്ലെ, നോക്കൂ, ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്. അല്ലെ, അതായത് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് മലയാളത്തിൽ പറയും, പ്രോട്ടീന് മാംസ്യം എന്ന് മലയാളത്തിൽ പറയും. അതേപോലെ കാർബോഹൈഡ്രേറ്റുകൾ, അല്ലെ, ധാന്യകം, അന്നജം. ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ഇങ്ങനെ 3 തരത്തിലുള്ള മോളിക്യൂൾസ് ചേർന്നിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലാസ്മ സ്ഥലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെ, സോ ഇതൊക്കെയാണ് കോശസ്ഥലത്തെ കുറിച്ച് നമ്മൾ ജനറലി ഓർമ്മിക്കേണ്ട കാര്യം. ഇനി പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്ഥലം
തരത്തിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മോഡലുകൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ മോഡലാണ്. ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ മോഡലാണ്. രണ്ടാമത്തേത് സാൻഡ്വിച്ച് മോഡലാണ്. മൂന്നാമത്തേത് യൂണിറ്റ് മെംബ്രെയിൻ മോഡലാണ്. നാലാമത്തേത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അല്ലെ? സോ ഇത് നമ്മൾ ഇപ്പോ ആക്സെപ്റ്റ് ചെയ്യുന്ന മോഡൽ ഏതാണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന മോഡൽസ് ആണ് ഏതൊക്കെ? ലിപ്പിഡ് ലിപ്പിഡ് ബൈലെയർ മോഡൽ, സാൻഡ്വിച്ച് മോഡൽ, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ തുടങ്ങിയ മോഡൽസ് പ്രധാനമായിട്ടും സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസ് ആണ്. അല്ലെ? സോ അതിൽ നമ്മൾ ഇപ്പോ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽ ഏതാണ്? അത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. നോക്കൂ, ആരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എസ്.ജെ. സാംഗറും അതേപോലെ തന്നെ ജി.എൽ. നിക്കോൾസനുമാണ്. അല്ലെ? എസ്.ജെ. സാംഗറും ജി.എൽ. നിക്കോൾസനും ചേർന്ന് 1972 ഈ പറഞ്ഞ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. നോക്കൂ, കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ഇവിടെ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം എങ്ങനെയാണ്? പ്ലാസ്മ സ്ഥലത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചവർ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. നോക്കൂ, സിംഗറും നിക്കോൾസനും ഉണ്ട്, അതേപോലെ തന്നെ റോബർട്ട്സൺ ഉണ്ട്, അതേപോലെ തന്നെ ഡാനിയേലിയും ഡാർസനും ഉണ്ട്, ദെൻ സിംഗറും ഓവർട്ടണും ഉണ്ട്. അല്ലെ? സോ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം ഏതാണ്? സിംഗറും നിക്കോൾസണുമാണ്. 1972 സിംഗറും നിക്കോൾസണുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി 3 ഓപ്ഷൻസും മറ്റ് മോഡലുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കത് ആ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് പറഞ്ഞു പോവാം. സോ ഈ ക്വസ്റ്റിനകത്ത് ആൻസർ ഏതാണ്? സിംഗറും നിക്കോൾസണുമാണ്. അല്ലെ? അടുത്ത നോക്കൂ, ഏതൊക്കെയാണ് ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഘടകങ്ങൾ, ഒന്നാമത്തെ ഘടകം ഏതാണ്? ലിപ്പിഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അല്ലെ? അപ്പൊ ലിപ്പിഡ് നോക്കൂ, ലിപ്പിഡിനകത്ത് ഫോസ്ഫോലിപ്പിഡ് എന്നൊരു ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഉണ്ട്, അതേപോലെ കൊളസ്ട്രോൾ എന്നൊരു ടൈപ്പ് ഓഫ് ലിപ്പിഡ് ഉണ്ട്. അല്ലെ? ഫോസ്ഫോലിപ്പിഡും ലിപ്പിഡ് ആണ്, കൊളസ്ട്രോളും ലിപ്പിഡ് ആണ്. അടുത്ത എന്താ? അടുത്ത പ്രോട്ടീൻ ആണ്. നോക്കൂ, പ്രോട്ടീൻസും 2 ടൈപ്പ് ഉണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്. പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ 3 ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. അത് ലിപ്പിഡ് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്, പ്രോട്ടീൻസ് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ആണല്ലോ? യെസ്. അപ്പോ നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ഓരോരുത്തരുടെയും സ്ട്രക്ചർ നോക്കണം. അപ്പൊ ഫോസ്ഫോലിപ്പിഡ്, അല്ലെ? ഫോസ്ഫോലിപ്പിഡ് എന്താ? ഫോസ്ഫോലിപ്പിഡിന്റെ പ്രത്യേകത, ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡും 2 ടെയിലുമുള്ള ഒരു സ്ട്രക്ചർ ആണ്. അല്ലെ? ഈ ഹെഡിന്റെ പ്രത്യേകത എന്താ? ഹെഡ് എന്ന് പറഞ്ഞാൽ പോളാർ ഹെഡ് ആണ്. ഹെഡ് എന്താണ്? പോളാർ ഹെഡ് ആണ്. ദെൻ ടെയിലോ? ടെയിൽ എന്ന് പറഞ്ഞാൽ നോൺ പോളാർ ആണ്. നോൺ പോളാർ ആണ്. അല്ലെ? അപ്പൊ പോളാർ ഹെഡും നോൺ പോളാർ ടെയിലും. എന്താ പോളാർ എന്ന് പറഞ്ഞാൽ? പോളാർ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. പോളാർ മീൻസ് ഹൈഡ്രോഫിലിക്. അല്ലെ? പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോഫിലിക് ആണ്, അല്ലെങ്കിൽ വെള്ളത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. വെള്ളത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നോൺ പോളാർ എന്ന് പറഞ്ഞാലോ? നോൺ പോളാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഇഷ്ടമില്ലാത്തവരാണ്, അഥവാ ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് ആണ്, വെള്ളത്തെ ഇഷ്ടമില്ലാത്തവരാണ്. സോ പോളാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഇഷ്ടമുള്ള ഹെഡ് ഉണ്ട് ഫോസ്ഫോലിപ്പിഡിന്, വെള്ളത്തെ ഇഷ്ടമില്ലാത്ത നോൺ പോളാർ ആയിട്ടുള്ള ടെയിൽ ഉണ്ട്. അല്ലെ? അപ്പൊ ഈ പോളാർ എന്ന് പറഞ്ഞ സാധനം വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ നോക്കൂ, വാട്ടറിന്റെ സ്ട്രക്ചർ എടുത്താൽ വാട്ടർ എങ്ങനെയാ ഉണ്ടാവുക? അല്ലെ? വാട്ടർ എങ്ങനെയാ ഉണ്ടാവുക? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഈ ബോണ്ട് കാണുന്നില്ലേ നിങ്ങൾ? ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഈ ബോണ്ട് ഒരു കോവാലന്റ് ബോണ്ട് ആണ്. അല്ലെ? അതായത് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഷെയറിംഗ് വഴി ഉണ്ടായിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ട് ആണ്. സോ ഈ കോവാലന്റ് ബോണ്ടിനകത്ത് ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോണും ഓക്സിജന്റെ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഓക്സിജന്റെയും ഹൈഡ്രജന്റെ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതെന്ന് പറയോ? ഈ ഓക്സിജൻ ഹൈലി ഇലക്ട്രോ
നെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജൻ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ കൂടി തന്റെ അടുത്തേക്ക് അബ്സോർബ് ചെയ്യും. ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ കൂടി തന്റെ അടുത്തേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഈ ഓക്സിജന് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് നമ്മൾ ഡെൽറ്റ നെഗറ്റീവ് എന്നും, ഹൈഡ്രജന് ഒരു ചെറിയ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അതിനെ നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് എന്നും പറയും അല്ലെ. സോ സാധാരണ കോവാലന്റ് ബോണ്ടുകളിൽ ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ല. പോളുകൾ നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളും ഇല്ല അല്ലെ. പക്ഷേ ഇലക്ട്രോ നെഗറ്റീവ് ആൻഡ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? ഇത്തരത്തിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്താൽ അവിടെ ഈ പറഞ്ഞ പോളുകൾ ഫോം ചെയ്യും. അത്തരം കോവാലന്റ് ബോണ്ടുകളെയാണ് നമ്മൾ പോളാർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സോ പോളാർ ബോണ്ട് പ്രസന്റ് ആയ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളാർ കോമ്പൗണ്ട് എന്ന് പറയാ. പോളാർ കോമ്പൗണ്ടിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? വാട്ടർ ആണ്. വാട്ടർ ഒരു പോളാർ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ മറ്റെല്ലാ പോളാർ കോമ്പൗണ്ടിനെയും വാട്ടറിന് ഇഷ്ടമാണ്. സിമ്പിൾ ആണ് അല്ലെ. മറ്റെല്ലാ പോളാർ കോമ്പൗണ്ടിനെയും വാട്ടറിന് ഇഷ്ടമാണ്. സോ ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡ് എങ്ങനെയാണ്? പോളാർ ആണ്. നോക്കൂ, എന്താണ് ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ? ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് ലിപ്പിഡ് ആണല്ലോ അല്ലെ. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡ് എന്നാ പറയുന്നത്. അപ്പൊ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലിപ്പിഡിൽ രണ്ട് ആൾക്കാരുണ്ടാവുക. ആരൊക്കെ ഉണ്ടാവുക? ഒന്ന് ഗ്ലിസറോൾ ആണ്, ഈ കാണുന്ന ഗ്ലിസറോള്. രണ്ടാമത്തെ ആരാണ്? ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ചേർന്നാണല്ലോ ലിപ്പിഡ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ ഈ ഗ്ലിസറോളിന്റെ ഒന്നാമത്തെ കാർബണിൽ ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, രണ്ടാമത്തെ കാർബണിൽ ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, മൂന്നാമത്തെ കാർബണിലും സാധാരണ നിലയിൽ ഫാറ്റി ആസിഡ് ആണ് ഉണ്ടാവുക ലിപ്പിഡിനകത്ത്. പക്ഷെ മൂന്നാമത്തെ കാർബണിൽ ഫാറ്റി ആസിഡിന് പകരം മറ്റൊരു ആസിഡ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ ആസിഡ് ആരാണ്? അത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ആരാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പോ ഫോസ്ഫോറിക് ആസിഡ് മൂന്നാമത്തെ കാർബണില് ഫാറ്റി ആസിഡിന് പകരം ഫോസ്ഫോറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ആ ലിപ്പിഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോസ്ഫോലിപ്പിഡ് എന്ന് വിളിക്കാം. സോ ഒരു ഗ്ലിസറോളിന്റെ 3 കാർബണില് 2 ഫാറ്റി ആസിഡ്, ഒരു ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഈ ഫോസ്ഫോറിക് ആസിഡ് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെഡ് എന്ന് വിളിക്കുന്നത്. ആ ഫോസ്ഫോറിക് ആസിഡിന്റെ പ്രസൻസ് കൊണ്ടാണ് അതെന്തായി മാറുന്നത്? പോളാറായി മാറുന്നത് അല്ലെ. ഫോസ്ഫോറിക് ആസിഡിനകത്ത് OH ബോണ്ടുകൾ ഉണ്ടാവും. അപ്പോ അവിടെയാണ് അതെന്തായി മാറുന്നത്? അത് അതായത് ഈ O- എന്ന ഭാഗം ശരിക്കും OH ആണ്. H പ്ലസിനെ വിട്ടുകൊടുത്തിട്ടാണ് O- ആയി മാറിയത്. ഡീറ്റെയിൽഡ് കെമിസ്ട്രിയിലേക്ക് ഒന്നും പോവണ്ട. എനിവേ അവിടെയുള്ള OH ബോണ്ടുകൾ എന്ത് ചെയ്യും? അതിനെ പോളാർ ആക്കി മാറ്റും. അങ്ങനെ ഈ ഭാഗം എന്ത് ചെയ്യുന്നു? അത് ഹെഡ് എന്തായി മാറുന്നു? പോളാറായി മാറുന്നു. എന്നാൽ ടെയിലോ? ഈ ടെയിൽ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡിന്റെ ഈ പറഞ്ഞ ലോങ് ടെയിലുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ആസിഡ് ഗ്രൂപ്പ് ആണ്. C ഡബിൾ ബോണ്ടോ OH എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പ് ആണ്. അത് കഴിഞ്ഞാൽ ഈ ലോങ് ടെയിൽ എന്ന് പറഞ്ഞാൽ ആരാ? അത് CH2 അങ്ങനെ n ടൈം CH2 വന്നിട്ട് അവസാനം ഒരു CH3 അല്ലെ. അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺ ചെയിനുകളാണ് അല്ലെ. ഈ ടെയിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈഡ്രോ കാർബൺ ടെയിലുകളാണ്. സോ ഈ ഹൈഡ്രോ കാർബൺ ടെയിലുകൾ എന്തായിരിക്കും? നോൺ പോളാർ ആയിരിക്കും അല്ലെ. അവര് വാട്ടർ ലവിങ് അല്ല, അവര് വെള്ളത്തെ ഇഷ്ടപ്പെടുന്നവരല്ല, അവര് ഹൈഡ്രോഫോബിക് ആണ് അല്ലെ. ഹൈഡ്രോഫോബിക് ആണ്. സോ ഈ പറഞ്ഞ 2 ഫാറ്റി ആസിഡുകളുടെ ഹൈഡ്രോ കാർബൺ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ പോളാർ ടെയിൽ എന്ന് വിളിക്കുക അല്ലെ. സോ ഇതാണ് ഫോസ്ഫോലിപ്പിഡിന്റെ കാര്യം അല്ലെ. അപ്പൊ ഹെഡ് ഉണ്ട്, 2 ടെയിൽ ഉണ്ട്. ഹെഡ് വാട്ടർ ലവിങ് ആണ്, ടെയില് വാട്ടർ ഹേറ്റിംഗ് ആണ്, അഥവാ വെള്ളത്തെ ഇഷ്ടമില്ലാത്തവരാണ് അല്ലെ. സോ ഇങ്ങനെയുള്ള ഈ ഫോസ്ഫോലിപ്പിഡ്, വെള്ളത്തെ ഇഷ്ടമുള്ള ഹെഡും വെള്ളത്തെ ഇഷ്ടമില്ലാത്ത ടെയിലും ചേർന്ന ഈ ഫോസ്ഫോലിപ്പിഡ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ജലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നോക്കൂ, വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡുകളെല്ലാം വെള്ളത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും വെള്ളത്തിലേക്ക് പോയിന്റ് ചെയ്യുകയും ടെയിലുകൾ പരമാവധി വെള്ളത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഹെഡിന് വെള്ളത്തിലേക്ക്, ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡിന്, ഫോസ്ഫേറ്റ് ഹെഡിന് വെള്ളത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും ടെയിലുകൾക്ക് വെള്ളത്തിൽ നിന്ന് അകന്നു നിൽക്കാനും കഴിയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനെയുള്ള 3 സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ സ്ട്രക്ചറിന്റെ പേര് മിസെല്ലി എന്നാണ്. മിസെല്ലി അല്ലെ. നോക്കൂ, മിസെല്ലി എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡുകളെല്ലാം പുറത്തേക്ക് വെള്ളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ടെയിലുകളെല്ലാം അകത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു.
ചെയ്യുന്നു, എന്നിട്ട് ഒരു ഗ്ലോബ് പോലെ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറായി മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസെല്ലി എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ ലിപ്പോസോം എന്ന് പറഞ്ഞാലോ, ലിപ്പോസോം എന്ന് പറഞ്ഞാല് പുറത്തും എന്തുണ്ടാവും, ഫോസ്ഫേറ്റിന്റെ ഹെഡ് ഉണ്ടാവും, അകത്തും ഫോസ്ഫേറ്റിന്റെ ഹെഡ് ഉണ്ടാവും അല്ലെ. എന്നിട്ടോ ആ ടെയിലുകൾ രണ്ടു ഭാഗത്തും ഇങ്ങനെ സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ലിപ്പോസോംസ് എന്ന് പറയാ അല്ലെ, ലിപ്പോസോംസ് എന്ന് പറയാ. ദെൻ മറ്റൊരു സ്ട്രക്ചർ എന്താണ്, ബൈലെയർ ആണ് അല്ലെ. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്, മുകളിലും ഫോസ്ഫോലിപ്പിഡ് താഴെ ഫോസ്ഫോലിപ്പിഡ്, ടെയിലുകൾ ഹൈഡ്രോഫോബിക് ടെയിലുകൾ നടുക്കേക്ക് പോയിന്റ് ചെയ്യുന്നു. സോ ഫോസ്ഫോലിപ്പിഡ് വെള്ളത്തിൽ എത്തി കഴിഞ്ഞാൽ 3 സ്ട്രക്ചറാണ് ഫോം ചെയ്യുക, ഓർമ്മിക്കുക ഏതൊക്കെയാണ്, മിസെല്ലി ആണ്, ലിപ്പോസോംസ് ആണ്, ബൈലെയർ ആണ് അല്ലെ. ബൈലെയർ ആണ്, ഇരട്ട ലെയർ അല്ലെ. ബൈലെയർ ആണ് എന്ത്, ഫോസ്ഫോലിപ്പിഡ് വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന 3 സ്ട്രക്ചേഴ്സ് അല്ലെ. ദെൻ നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട ലിപ്പിഡ് ആരാ, അത് കൊളസ്ട്രോൾ ആണ് അല്ലെ. കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആനിമൽ സെല്ലിൽ, ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ലിപ്പിഡ് ആണ്. അപ്പൊ ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ. ഇതില് ഈ ഫോസ്ഫോലിപ്പിഡുകളെ നമ്മുടെ സെൽ മെംബ്രെയിനകത്തുള്ള ഫോസ്ഫോലിപ്പിഡുകളെ തമ്മിൽ ചേർത്ത് ചൊട്ടിക്കുന്ന ഒരു പശ, ഒരു ഗ്ലൂ ആയിട്ട്, ഒരു സിമെന്റ് ആയിട്ട്, ഒരു സിമെന്റിങ് മെറ്റീരിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ആര്, കൊളസ്ട്രോൾ അല്ലെ. ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ആളാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാല്, ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ആളാണ്. ദെൻ പ്രോട്ടീനിലേക്ക് വന്നാലോ, പ്രോട്ടീനിലേക്ക് വന്നാൽ അപ്പൊ ലിപ്പിഡ് കഴിഞ്ഞു, അടുത്തത് എന്താണ്, പ്രോട്ടീൻ ആണ്. പ്രോട്ടീനിലേക്ക് വന്നാൽ പ്രോട്ടീൻ പ്രധാനമായിട്ടും 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഏതാണ്, ഇന്റഗ്രൽ പ്രോട്ടീൻ ആണ്, മറ്റൊന്ന് എന്താണ്, പെരിഫറൽ പ്രോട്ടീൻ ആണ്. ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും അല്ലെ. ദെൻ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നൊരാളുണ്ട്, അതൊന്നുമില്ല, അത് അതായത് കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചറിനാണ് നമ്മൾ പറയാ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയാ. എനിവേ അത് നമുക്ക് അടുത്ത ഭാഗത്ത് കാർബോഹൈഡ്രേറ്റ് പറയുമ്പോൾ പറയാം. ഇപ്പോ പ്രോട്ടീൻസ് മെയിൻലി 2 ടൈപ്പാണ്, ഒന്ന് ഇന്റഗ്രൽ പ്രോട്ടീൻ ആണ്, മറ്റൊന്ന് എന്താണ്, പെരിഫറൽ പ്രോട്ടീൻ ആണ്. എന്താ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാല്, ഈ സെൽ മെംബ്രെയിൻ അതായത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്താ പറഞ്ഞ, ഫോസ്ഫോലിപ്പിഡുകൾ 3 സ്ട്രക്ചർ ഫോം ചെയ്യിക്കും അല്ലെ. അപ്പൊ മിസെല്ലി എന്ന സ്ട്രക്ചറും സെല്ലിനകത്തുണ്ട്, അതേപോലെ തന്നെ ലിപ്പോസോം എന്ന സ്ട്രക്ചറും സെല്ലിനകത്തുണ്ട്, ലിപ്പിഡ് ബൈലെയർ എവിടെയുണ്ട്, സെല്ലിനകത്തുണ്ട്. അപ്പോ സെൽ മെംബ്രെയിനിൽ മെയിൻലി കാണുന്ന ആരാണ്, ഈ ലിപ്പിഡ് ബൈലെയർ ആണ് അല്ലെ. ആരാ കാണുന്നത്, ലിപ്പിഡ് ബൈലെയർ ആണ്. ഈ ലിപ്പിഡ് ബൈലെയറിന്റെ അകത്ത്, ലിപ്പിഡ് ബൈലെയറിന്റെ അകത്തേക്ക് ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന, ഇമേഴ്സ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് അല്ലെ, ലിപ്പിഡ് ബൈലെയറിന്റെ ഉള്ളിൽ കാണുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കുക അല്ലെ, ഇന്റഗ്രൽ പ്രോട്ടീൻസ് വിളിക്കുക. എന്നാൽ ലിപ്പിഡ് ബൈലെയറോട് അറ്റാച്ച് ചെയ്ത് പുറത്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്, പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ പ്രോട്ടീൻസിനെ എല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ട് ആരെ കാണാം, ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകൾ കാണാം. അപ്പൊ നമ്മൾ പ്രോട്ടീനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് വിളിക്കും, അത് മറ്റൊരു ഭാഗമാണ്. എനിവേ പ്രോട്ടീനുകൾ മെയിൻലി 2 തരത്തിലാണ്, ഏതൊക്കെയാ, ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും അല്ലെ. അടുത്ത എന്താ, അടുത്ത കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ, നമ്മളുടെ 3ാമത്തെ മോളിക്യൂൾ അല്ലെ. സെൽ മെംബ്രെയിനിൽ കാണുന്ന 1ാമത്തെ ലിപ്പിഡിനെ പറ്റി പറഞ്ഞു, ഫോസ്ഫോലിപ്പിഡും കൊളസ്ട്രോളും ഉണ്ട്. പ്രോട്ടീൻസിനെ പറ്റി പറഞ്ഞു, ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും ഉണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റുകൾ അല്ലെ. കാർബോഹൈഡ്രേറ്റുകൾ എന്താ ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീന്റെ മേലെയും അതേപോലെ തന്നെ ലിപ്പിഡിന്റെ മേലെയും അറ്റാച്ച് ചെയ്ത് കാണുന്നു അല്ലെ. അപ്പൊ പ്രോട്ടീന്റെ മേലെ അറ്റാച്ച് ചെയ്ത് കാണുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. പ്രോട്ടീൻ പ്ലസ് കാർബോഹൈഡ്രേറ്റ്, ഇതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻ അല്ലെ. അതേപോലെ തന്നെ ലിപ്പിഡിന്റെ മേലെയാണ് അറ്റാച്ച് ചെയ്ത് കാണുന്നതെങ്കിൽ നമ്മൾ ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് വിളിക്കും അല്ലെ. സോ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീന്റെ മേലെയും ലിപ്പിഡിന്റെ മേലെയും അറ്റാച്ച് ചെയ്തിട്ട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ അല്ലെ കാണുന്നുണ്ട്. അപ്പോ നമുക്ക് സാക്കറൈഡ് എന്ന് വിളിക്കാം അല്ലെ. അതായത് നോക്കൂ, ഈ കാണുന്ന ഓരോ ഇൻഡിവിജ്വൽ റൗണ്ടുകളും എന്താ, ഓരോ മോണോസാക്രൈഡ്സ് ആണ്. അങ്ങനെ മോണോസാക്രൈഡുകൾ തമ്മിൽ ചേർന്ന് ആളുണ്ടാവുന്ന ഒളിഗോസാക്രൈഡുകളുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ എവിടെയുണ്ട്, ഈ പറഞ്ഞ സെൽ മെംബ്രെയിന്റെ മുകളിൽ ഇങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവിടെയുള്ളത്, സെൽ മെംബ്രെയിനിലുള്ളത്. ആർക്കെയാണ്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലെ. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് വിളിക്കുക, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അടുത്തൊരു കാര്യം കൂടി ഓർമ്മിക്കുക, അത് രക്തഗ്രൂപ്പ് ആന്റിജൻ അല്ലെ. അതായത് നമ്മള് ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോഴേ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ AB അല്ലെങ്കിൽ O എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ. എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിംഗിന്റെ പിന്നിലുള്ള കാര്യം? വളരെ സിമ്പിൾ ആണ്. ബ്ലഡ് ഗ്രൂപ്പിന്റെ ബ്ലഡിനകത്ത് കാണുന്ന RBC എന്ന സെല്ലുകൾ ഉണ്ടല്ലോ അല്ലെ. ബ്ലഡിനകത്ത് RBC ഉണ്ട്,
WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അതിൽ RBC എന്ന സെല്ലിന്റെ സെൽ മെംബ്രെയിന്റെ മുകളിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റിജൻ എന്ന് വിളിക്കുന്നത്. സോ സെൽ മെംബ്രെയിന്റെ RBCയുടെ സെൽ മെംബ്രെയിന്റെ മുകളിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകളാണ് എന്ത്? ആന്റിജൻസ് എന്ന് പറയുന്നത്. സോ ആ ആന്റിജൻസ് ആദ്യം ഒരു ഗ്ലൂക്കോസ് മോണോസാക്കറൈഡ് ആണല്ലോ അല്ലെ, ഒരു ഗ്ലൂക്കോസ്, പിന്നെ ഒരു ഗാലക്ടോസ് അല്ലെ, പിന്നെ ഗ്രീൻ കളറാണ് ഗാലക്ടോസ്, പിന്നെ ഒരു N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, പിന്നെ ആരാണ്? N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, വീണ്ടും ഒരു ഗാലക്ടോസ്, പിന്നെ ഒരു ഫ്യൂക്കോസ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? O എന്ന് വിളിക്കും അല്ലെ. ഇങ്ങനൊരു കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചർ ആണ് RBCയുടെ സെൽ മെംബ്രെയിൻ ഉള്ളതെങ്കിൽ ആ സെൽ മെംബ്രെയിന് മുകളിലുള്ള ആ ഗ്രൂപ്പ് കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചറിന് ഒരു ആന്റിജൻ ആണെന്ന് പറഞ്ഞു. ആ ആന്റിജനെയാണ് നമ്മൾ O ആന്റിജൻ എന്ന് വിളിക്കുക. എന്നാൽ അതേ O ആന്റിജന്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് ഒരു N-അസറ്റൈൽ ഗാലക്ടോസമൈൻ അല്ലെ, N-അസറ്റൈൽ ഗാലക്ടോസമൈൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കും അല്ലെ, A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പൊ ഓന്റെ മുകളിലേക്ക് ഒരു N-അസറ്റൈൽ ഗാലക്ടോസമൈനെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറിയത്? അത് A ബ്ലഡ് ഗ്രൂപ്പായി മാറിയത് അല്ലെ. ഇനി B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലോ സെയിം O, ആ കാണുന്ന സെയിം O അങ്ങനെ തന്നെ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ഗാലക്ടോസും കൂടെ വന്നപ്പോഴാണ് എന്തായി മാറിയത്? B ബ്ലഡ് ഗ്രൂപ്പായി മാറിയത് അല്ലെ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഇത്രയും ഉണ്ടെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഇങ്ങനെയാണെങ്കിൽ അത് എന്താണ്? B ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പോ? ഇത് രണ്ടും ഉണ്ടാവും. ഇത് രണ്ടും RBCന്റെ മുകളിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകൾ, RBCയുടെ സെൽ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന്റെ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകളെയാണ് നമ്മൾ എന്തായി കൺസിഡർ ചെയ്യുന്നത്? ആന്റിജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യമാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഈ പറഞ്ഞ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അടുത്ത ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണ്? അത് പ്ലാസ്മ മെംബ്രെയിന്റെ ദ്രവത്വമാണ് അല്ലെ, ഓർ അതിന്റെ വഴക്കമാണ്. ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഫ്ലെക്സിബിൾ ആണ്, അതിന്റെ ഫ്ലൂയിഡിറ്റി അഥവാ ദ്രവത്വം എത്രമാത്രമാണ് എന്ന കാര്യമാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. നോക്കൂ, ടെമ്പറേച്ചർ താപനില കൂടുമ്പോ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ കൂടുതൽ എന്താവുന്നു? കൂടുതൽ ഫ്ലൂയിഡ് ആവുന്നു, ദ്രവത്വമുള്ളത് അല്ലെങ്കിൽ വഴക്കമുള്ളതായിട്ട് മാറുന്നു അല്ലെ. ഇപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് കുറെ കൂടി റിജിഡ് ആയിട്ട് കുറെ കൂടി ദൃഢമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. താപനില കുറയുമ്പോൾ ദൃഢമായി മാറുകയും താപനില കൂടുമ്പോൾ കൂടുതൽ ദ്രവത്വമുള്ള വഴക്കമുള്ള ഫ്ലൂയിഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. താപനിലയുടെ കേസാണ് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുടെ സാന്നിധ്യം കാരണം എന്ത് ചെയ്യും? അതിന്റെ ദ്രവത്വം കൂടും. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡിറ്റി ദ്രവത്വം കൂടുന്നു. എന്താ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരുണ്ട്? ഒരു ഗ്ലിസറോൾ ഉണ്ട്, അതേപോലെ തന്നെ 2 ഫാറ്റി ആസിഡുകൾ ഉണ്ട് അല്ലെ, 2 ഫാറ്റി ആസിഡുകൾ ഉണ്ട്. ഈ ഫാറ്റി ആസിഡിന്റെ ഹൈഡ്രോ കാർബൺ ചെയിൻ നമുക്ക് തൽക്കാലം ആറെന്ന് വിളിക്കാം അല്ലെ. അപ്പൊ നോക്കൂ, അങ്ങനെ 2 ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ, സി ഡബിൾ ബോണ്ട് ഓ, ഇവിടെയും ഒരു ആറുണ്ട്. ഫാറ്റി ആസിഡിനകത്തുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് അല്ലെ. സോ ഈ ഹൈഡ്രോ കാർബൺ ചെയിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അതിനെന്ത് വിളിക്കാം? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കാം. നോക്കൂ, ഈ ഹൈഡ്രോ കാർബൺ ചെയിനാണ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ലോങ് സ്ട്രക്ചർ ആണ്. CH2 അങ്ങനെ n ടൈംസ് CH2 ലൈക്ക് 14 ടൈംസ് 18 ടൈംസ് ഒക്കെ CH2 ഉം then ഒരു CH3 ഉം അല്ലെ. അങ്ങനെയുള്ള അരാക്കിഡോണിക് ആസിഡ്, പാമിറ്റിക് ആസിഡ് പോലെയുള്ള ഫാറ്റി ആസിഡുകളുണ്ട് അല്ലെ. നമ്മൾ ബയോകെമിസ്ട്രിക്ക് അത് കൂടുതൽ പഠിക്കും. അപ്പോ അങ്ങനെയുള്ള ഫാറ്റി ആസിഡുകളിൽ ഒരു സിംഗിൾ ബോണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കാം. എന്നാൽ ഡബിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ
സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വിളിക്കുക അല്ലെ. സോ നമ്മുടെ ഫോസ്ഫോലിപ്പിഡിന്റെ ഫാറ്റി ആസിഡുകൾ, ഫോസ്ഫോലിപ്പിഡിലെ ഫാറ്റി ആസിഡ്, 2 ഫാറ്റി ആസിഡ് ഉണ്ടാവുക. പിന്നെ ആരാണ്ടാവുക? ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവുക അല്ലെ, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവുക. അപ്പൊ ഈ അതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അപ്പൊ ഈ ഫോസ്ഫോലിപ്പിഡിനകത്ത് ഫാറ്റി ആസിഡുകൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ ഹൈഡ്രോകാർബൺ ചെയിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഫ്ലൂയിഡിറ്റി കൂടുന്നു അല്ലെ, എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡിറ്റി കൂടുന്നു. എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഹൈഡ്രോകാർബൺ ചെയിനകത്ത് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അത് ഫ്ലൂയിഡിറ്റി കുറയാൻ കാരണമാകുന്നു, ദൃഢത കൂടാൻ കാരണമാകുന്നു അല്ലെ. കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു? സെൽ മെംബ്രെയിനെ കൂടുതൽ ഫ്ലൂയിഡ് ആക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അല്ലെ, ഇപ്പൊ താപനില കൂടിയാൽ ഫ്ലൂയിഡിറ്റി കൂടുന്നു. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കാരണം ഫ്ലൂയിഡിറ്റി കൂടുന്നു. കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡിറ്റി കൂട്ടുന്നു. ഈ 3 പോയിന്റുകൾ ഓർത്ത് വെച്ചോളെ. അപ്പൊ പ്ലാസ്മ മെംബ്രെയിന് ഫ്ലൂയിഡ് ആവുന്നത് അല്ലെ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ്. അപ്പൊ ഫ്ലൂയിഡ് ആവാൻ കാരണം എന്തെല്ലാം കാര്യങ്ങളാണ്? ദ്രവത്വം കൂടാൻ കാരണം ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. ദെൻ നമ്മൾ നോക്കൂ, ആ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അല്ലാതെ വേറെയും 3 മോഡലുകൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. യെസ്, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ലിപ്പിഡ് ബൈലെയർ മോഡലാണ് അല്ലെ. ലിപ്പിഡ് ബൈലെയർ മോഡലിനകത്ത് നോക്കൂ, ഗോട്ടർ ആൻഡ് ഗ്രൻഡൽ 2 പേരാണ് 1925 ഗോട്ടറും ഗ്രൻഡലും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ലിപ്പിഡ് ബൈലെയർ മോഡൽ നിർദ്ദേശിച്ചത്. ലിപ്പിഡ് ബൈലെയർ മോഡൽ ഗോട്ടറും ഗ്രൻഡലും ചേർന്നാണ് നിർദ്ദേശിച്ചത്. ഒന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ മാത്രം അല്ലെ, ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ മാത്രമാണ് ആര്? സെൽ മെംബ്രെയിൻ എന്നാണ് ഈ ലിപ്പിഡ് ബൈലെയർ മോഡൽ പറയുന്നത് അല്ലെ. പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ മറ്റൊരു കാര്യമില്ല, ജസ്റ്റ് എന്ത് മാത്രം? ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ ബൈലെയർ മാത്രം. അടുത്ത മോഡലാണ് ഏത്? അടുത്ത മോഡലാണ് സാൻഡ്വിച്ച് മോഡൽ. അടുത്ത മോഡൽ ഏതാ? സാൻഡ്വിച്ച് മോഡലാണ്. സാൻഡ്വിച്ച് മോഡൽ നിർദ്ദേശിച്ചത് 2 പേരാണ്. ഒന്ന് ജെയിംസ് ഡാനിയലിയും അതേപോലെ തന്നെ ഹ്യൂ ഡേവ്സൺ അല്ലെ. ജെയിംസ് ഡാനിയലിയും ഹ്യൂ ഡേവ്സണും. ഡാനിയലി ഡേവ്സൺ മോഡൽ എന്നാ പറയുന്നത് കേട്ടോ. ഡാനിയലി ഡേവ്സൺ അല്ലെങ്കിൽ ഡേവ്സൺ ഡാനിയലി മോഡൽ എന്നാണ് പറയുന്നത്. 1935 വരുന്നത്. അവിടെ ഈ കാണുന്ന ഭാഗം കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന ഭാഗം, ഈ യെല്ലോ കളറുള്ള ഭാഗം എന്താ? അത് ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡ് ആണ്. ദെൻ അവിടെ എന്തുണ്ട്? ടെയിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ലിപ്പിഡ് ബൈലെയർ ഉണ്ട് അല്ലെ. ഇവിടെയും ഹെഡ്, നടുക്കേക്ക് ടെയിൽ. അപ്പൊ ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ഈ ലിപ്പിഡ് ബൈലെയറിന്റെ മുകളിലായിട്ട് എന്തിനെ കാണാം? പ്രോട്ടീൻസിനെ കാണാം. എന്തിനെ കാണാം? പ്രോട്ടീൻസിനെ കാണാം. അപ്പൊ 2 സൈഡിലും നിറയെ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ടാവുന്നു? ഈ പറഞ്ഞ ലിപ്പിഡ് ബൈലെയർ ഉണ്ടാവുന്നു. ഈ ഒരു മോഡലിനെയാണ് നമ്മൾ എന്ത് പറയാ? സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയാ അല്ലെ. സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയാ. നിർദ്ദേശ സർക്കാരിന്റെ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. ഏതാണ്? ഡേവ്സണും ഡാനിയലിയും കൂടെ ചേർന്നാണ് അല്ലെ. സാൻഡ്വിച്ചിന്റെ ശക്തി നമുക്ക് അറിയാം അല്ലെ. സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സാൻഡ്വിച്ചിന്റെ മോഡലാണ്, സാൻഡ്വിച്ചിന്റെ പോലെയുള്ള സ്ട്രക്ചർ ആണ് സെൽ മെംബ്രെയിൻ എന്നാണ് ആര് പറഞ്ഞത്? ഈ സാൻഡ്വിച്ച് മോഡൽ പറയുന്നത് അല്ലെ. അതിനുശേഷം അടുത്ത മോഡലാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ അല്ലെ. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ സാൻഡ്വിച്ച് മോഡലിനോട് വളരെ സിമിലർ ആയ ഒരു മോഡലാണ് ഏത്? ഈ പറഞ്ഞ യൂണിറ്റ് മെംബ്രെയിൻ മോഡലും. അവിടെയും ഇതേപോലെ തന്നെ നടുക്ക് ആരുണ്ട്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്. നടുക്ക് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്. അതിന്റെ ഹെഡ് ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഉണ്ട് അല്ലെ. വാട്ടർ ലവിംഗ് ആയിട്ടുള്ള ഹെഡ്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലുകളൊക്കെ ഉണ്ട്. ദെൻ അതിന്റെ മുകളിലായിട്ട് ഒരു ഔട്ടർ പ്രോട്ടീൻ ലെയർ അല്ലെ. ഔട്ടർ പ്രോട്ടീൻ ലെയർ, താഴെയും ഒരു ഇന്നർ പ്രോട്ടീൻ ലെയർ അല്ലെ. അപ്പൊ എന്താ വ്യത്യാസം രണ്ടും തമ്മിൽ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സാൻഡ്വിച്ച് മോഡലിനകത്ത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിരുന്നു. നോക്കിയേ, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിരുന്നു അല്ലെ. ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിരുന്നു. ഇവിടെ അതൊരു പ്രോട്ടീന്റെ സിംഗിൾ ലെയർ ആണ്. ഒരു സിംഗിൾ ലെയർ പ്രോട്ടീൻ ആണ്. മറ്റൊരു ഡിഫറൻസ് പറയുന്നുണ്ട്. അതായത് മ്യൂക്കസ് പ്രോട്ടീൻ ആണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സലൈവയ്ക്കകത്തൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ അലിമെന്ററി കനാലിനകത്തൊക്കെയുള്ള മ്യൂക്കസ് ലെയർ ഉണ്ടല്ലോ. ആ മ്യൂക്കസ് ലെയറിന്റെ പ്രോട്ടീൻസ് ആണ്. മ്യൂക്കസ് ലെയറിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനാണ് മ്യൂക്കസ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുക, മ്യൂക്കോയിഡ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുക.
സോ അത്തരത്തിലുള്ള മ്യൂക്കസ് പ്രോട്ടീനുകളാണ് ഇവിടെയുള്ളത് ഈ ഔട്ടർ പ്രോട്ടീൻ ലെയർ എന്ന് പറയുന്നത്. നോൺ മ്യൂക്കോയിഡ് പ്രോട്ടീൻസ് ആണ് ഇവിടെയുള്ളത് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറൻസ് പറയുന്നുണ്ട്. എനിവേ ഡിഫറൻസ് അത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് എന്ത് ഓർത്താൽ മതി നിങ്ങൾ, ഈ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ നിർദ്ദേശിച്ച ആളുടെ പേരെന്ന് ഓർത്താൽ മതി. ആരാണ് അത്? റോബർട്ട്സൺ ആണ് അല്ലെ. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ തന്നെയാണ് ട്രൈലാമിനാർ മോഡൽ എന്നോ അല്ലെങ്കിൽ റെയിൽ ട്രാക്ക് മോഡൽ എന്നോ ഒക്കെ പറയുന്നത് കേട്ടോ. യെസ്, ഞാൻ ട്രൈലാമിനാർ വിളിക്കാൻ കാരണം എന്താ, ഇത് ഒരു ലെയർ ആണ് അല്ലെ, ഔട്ടർ പ്രോട്ടീൻ ലെയർ. ഇത് അടുത്ത ലെയർ ആണ് ഫോസ്ഫോലിപ്പിഡ് ലെയർ. ഇത് ഇന്നർ പ്രോട്ടീൻ ലെയർ. അങ്ങനെ 3 ലെയർ ആയിട്ടാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ട്രൈലാമിനാർ മോഡൽ എന്നൊരു പേരും കൂടെ അതിനുള്ളത്. ഓക്കെ, യെസ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് എന്തുള്ളത്, നമ്മുടെ ഫോസ്ഫോലിപ്പിഡിന്റെ സെൽ മെംബ്രെയിന്റെ പ്രധാനപ്പെട്ട മോഡലുകൾ പറയുന്നത്. ഓക്കെ ആണല്ലോ.